ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനാഥിൻ്റെ അച്ഛനാണെങ്കിലോ വരുന്നുണ്ട്. ധനപാലിൻ്റെയും അതുപോലെ മല്ലികാക്കയുടെയും മുന്നിൽ വെച്ച് തന്നെ തൻ്റെ മകൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മകൻ ഇവിടെ ഉണ്ട്, അവനെങ്ങനെ ഇറക്കി വിടാനായിട്ട് പറയുന്നുണ്ട്. തൻ്റെ മകൻ ഇവിടെ ഇല്ല, എനിക്കിതിൻ്റെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഓരോരോ നാടകം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് പേരും കൂടി വഴക്ക് കൂടുന്ന സമയത്ത് അവിടേക്ക് വർഷയും അതുപോലെ അഞ്ജുവും വരുന്നുണ്ട്. അഞ്ജുവും വർഷയും ഇവരെ കണ്ട, അതായത് ശ്രീയുടെ അച്ഛനെ കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുവാണ്. ഇയാളാണല്ലോ അന്ന് തനിക്ക് ആ പുടവയും താലിമാലയും തന്നിട്ട് ശ്രീനാഥ് ഇനി ജീവിച്ചിരിപ്പില്ല, ഇനി അയാളെ മറന്നേക്കാനായിട്ട് പറയുന്നു. വർഷയോട് വേറൊരു ജീവിതത്തിലേക്ക് പോകണമെന്നും അതാണ് ശ്രീയുടെ ആത്മാവിന് ആശ്വാസം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടണത് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വർഷ ചിന്തിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് വർഷയെ കാണുന്നു. നീയാണടി ഈ വർഷ, ഞാൻ വിചാരിച്ചതാണ് നീ എന്നെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പം എന്തായി കാര്യങ്ങളെല്ലാം തന്നെ. എൻ്റെ മകൻ എവിടെ നീ അവനെ ഒളിപ്പിച്ചത്? പെട്ടെന്ന് അവനെ പുറത്തിറക്കിക്കോ, എനിക്ക് എൻ്റെ മകനെ കൊണ്ടുപോകണം. നല്ല രീതിയിലേക്ക് ചികിത്സയിലായിരുന്നു എൻ്റെ മകനായിരുന്നു, അവിടെ നിന്ന് നീയും നിൻ്റെ വിവേകം ചേർന്ന് എൻ്റെ മകൻ എങ്ങോട്ട് കൊണ്ടുപോയടാ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വർഷം ഒരു അക്ഷരം അവിടെ നിന്ന് മിണ്ടുന്നില്ല. ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിൽ പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രീയുടെ അടുത്തേക്ക് ശിവ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീ നീ എങ്ങോട്ടും പോകണ്ട, ഇവിടുന്ന് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നു. ആ സമയത്ത് എന്താ ശിവ, അവിടെ എൻ്റെ അച്ഛനാണോ? അച്ഛൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. അതെ, ശ്രീയുടെ അച്ഛൻ തന്നെയാണ്. പക്ഷേ ശ്രീ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ പ്രശ്നമാണ്. ഞാൻ പോയി മറുപടി പറയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്, അപ്പോൾ അച്ഛൻ തിരിച്ചു പോയിക്കോളും. അത് പറ്റില്ല, കാരണം അവിടെ ധനപാലനങ്ങളും മല്ലികയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീയെ ഇവിടെ ഒളിപ്പിച്ച് താമസിച്ചത് കാര്യം എല്ലാവരും അറിയില്ലേ? സ്ത്രീ ഒന്ന് അടങ്ങിയിരിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും ധനപാലനും അതുപോലെ തന്നെ നമ്മുടെ വർഷയും ഒക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മകൻ എവിടെയാണെന്നുള്ളത് നിനക്കറിയാം, തുറന്ന് പറയാനായിട്ട് പറയുമ്പോൾ അഞ്ച് വിചാരിക്കുന്നുണ്ട്, വർഷ അത് തുറന്ന് പറയുമോ, ആകെ പ്രശ്നമാവുമല്ലോ. പക്ഷേ വർഷ പറയുന്നത് എനിക്കറിയില്ല അച്ഛൻ്റെ മോൻ എവിടെയാണെന്നുള്ളത്. എടി ഞാൻ അവനെ പുറത്ത് കൊണ്ടുവരും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ അച്ഛൻ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. പക്ഷേ മല്ലികയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൈത്യക്കാരൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും അകത്തേക്ക് വരുന്നു. എന്നിട്ട് സ്ത്രീയോട് പറയുന്നുണ്ട്, അച്ഛൻ വളരെയധികം ദേഷ്യത്തിലാണ്, പക്ഷേ അച്ഛനോട് ഞാൻ സംസാരിക്കുമല്ലായിരുന്നോ, അത് പറഞ്ഞാൽ പറ്റില്ല, കാരണം പുറത്തെ ആളുകൾ നിൽക്കുമ്പോൾ ഒന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു കേട്ടോ സ്ത്രീയോട്. ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അവർ പോലീസ് കേസിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായാലേ എന്ന് ശ്രീനാഥും പറയുന്നുണ്ട്. ശ്രീയേട്ടൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും അല്ല, ശ്രീയേട്ടൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? പോലീസ് അറിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, അച്ഛനെ ഞാൻ വിളിക്കാം, വിളിച്ചിട്ട് സംസാരിക്കാം, കേസിനൊന്നും പോകണ്ട എന്നുള്ളത്. അതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് ശിവയും പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും ശ്രീനാഥ് ഫോൺ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത്, ശ്രീ ഇപ്പോൾ വിളിക്കേണ്ട, ഇപ്പോൾ വിളിച്ചാൽ വർഷ പറഞ്ഞിട്ടാണെന്നേ ചിന്തിക്കുകയുള്ളൂ, ഇപ്പോൾ സംസാരിക്കേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ. അത്ര ഞാൻ ഓർത്തില്ല എന്നും ശ്രീനാഥും പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ വിവേക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ധനപാലൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോൻ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമോ? ശ്രീനാഥിൻ്റെ അച്ഛൻ വന്ന് അയാളുടെ മകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. നീയാണ് അയാളുടെ മകനെ കൊണ്ടുവന്നതെന്നും പറയുന്നു. അത് ഞാൻ തന്നെയാണ് മാറ്റിയത്, ഞാൻ വർഷയും ചെന്നിട്ട് തന്നെയാണ്. എന്നിട്ട് അവനെവിടെയാണെന്നുള്ളത് ഇപ്പം അച്ഛനോട് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് വിവേക് അങ്ങോട്ട് മാറുന്നു. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നതും മനസ്സിലാവുന്നില്ല എന്നാണ് ധനപാലനും പറയുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ശ്രീയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ, ആകെ പ്രശ്നമായെന്ന് പറയുന്നു. അതെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ഇറങ്ങും, അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഒരു കണ്ണ് വേണം, അത് ഞാൻ ഏറ്റോളാം എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഒരു ആർച്ചക്കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് അവരുടെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയും അവരുടെ മകളും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവയാണല്ലോ വീട്ടിലുണ്ടായിരുന്നത്. ശിവയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വർഷം ജോലിക്ക് പോയിരിക്കാൻ കേട്ടോ ആർച്ചമോളുടെ. ആ സമയത്ത് തന്നെയാണ് ഈ സ്ത്രീ കുറച്ച് പോലീസുകാരെ കൊണ്ട് കോർട്ട് ഓർഡർ വാങ്ങിയിട്ട് വരുന്നത്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ശിവ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ ഇവരെ കാണുമ്പോഴത്തേനും. മോളെ കുറിച്ചാണെന്നുള്ളത് ശിവയ്ക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ മോളെ ഇങ്ങോട്ട് തായോ എന്ന് പറയുന്നു. ഈ മോളെ ഞങ്ങൾ തരില്ല. എന്തടി നീ പറഞ്ഞത്? ഇതെൻ്റെ സ്വന്തം ചോരയാണ്, എൻ്റെ മകളെ എടുക്കണ്ട വെക്കണ്ട എന്ന് പറയാൻ നീ ആരടി എന്ന രീതിയിൽ ശിവയോട് സംസാരിക്കുന്നുണ്ടോ? ഒന്ന് അടങ്ങി നിൽക്ക്. ഈ സ്ത്രീക്ക് ഭ്രാന്താണ് സർ, കാരണം ഈ സ്ത്രീ മുൻപും വന്നിട്ട് ആകെ പ്രശ്നമായിരുന്നു. CSR വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്തത്.
സാറാണ് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്, ഈ സ്ത്രീക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ സത്യം തന്നെയായിരിക്കാം. പക്ഷേ ഇപ്പോൾ കോർട്ടിൽ നിന്നുള്ള ഓർഡറാണ്. ഇവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വിധി വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കൂടെ പറഞ്ഞയക്കണം മോളെ എന്ന രീതിയിൽ തന്നെ പറയുമ്പോൾ ശിവ ആകെ വിഷമത്തിലാവുന്നുണ്ട് കേട്ടോ. കാരണം ഒരു നിവർത്തിയില്ല, കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ മോളെ ഇവർക്ക് തിരിച്ചേൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ മോളെ വാങ്ങിക്കുമെന്ന് പറയുന്നു. എൻ്റെ മോളെ ഞാൻ തരില്ല, കാരണം വർഷ വരട്ടെ. അപ്പോൾ വർഷ എങ്ങോട്ടാണ് പോയത്? വർഷ ജോലിക്ക് പോയതാണ്. എന്നാൽ പിന്നെ അവൾ വന്നിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ട് മോളുടെ കാര്യത്തിൽ എന്താ വേണ്ട തീരുമാനിക്കുക. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് മോളെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എന്തിനാ സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം ഞങ്ങളുടെ കയ്യിൽ തന്നൂടെ? ഞങ്ങൾക്ക് നിയമപരമായിട്ട് ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുകയുള്ളൂ. മോളെ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് തരാനൊന്നും സാധിക്കില്ല. ആദ്യം മോളെ സ്റ്റേഷനിൽ കൊണ്ടുപോകണം, എന്നിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് മോളെ വാങ്ങാനായിട്ട് നോക്കുമെന്ന് പറയുന്ന ഒരു ലേഡി കോൺസ്റ്റബിളിനോട് പറയുന്നു കേട്ടോ. ആ സമയത്ത് മോളിങ്ങ് തായോ? അപ്പോൾ ശിവ പറയുന്നുണ്ട്, മോളോട് ചോദിച്ചു നോക്കും മാഡം, ഞങ്ങളുടെ കൂടെയാണോ ഇവരുടെ കൂടെയാണോ മോൾക്ക് പോകാൻ താല്പര്യം എന്നുള്ളത്. മോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറയും, കാരണം മോൾക്ക് ഞങ്ങളെ അത്രമേൽ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ മനസ്സൊന്ന് അലിയുന്നുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് ഞങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഇത് ഇവരുടെ മകളാണെന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് കുട്ടിയെ കൊണ്ടുപോകണം, ഇങ്ങ് തന്നേക്കുമെന്ന് പറയുന്നു. അങ്ങനെ ശിവയിൽ നിന്ന് കുഞ്ഞു മോളെ അവർ കൊണ്ടുപോകുന്നു കേട്ടോ. ആ സമയത്ത് ശിവയാണെങ്കിൽ ഓടി നടക്കുന്നുണ്ട് പുറകെ. എൻ്റെ മോളെ വിട്ടു തരില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവരതൊന്നും കണക്കാക്കുന്നില്ല. മോളെ അവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മോൾക്കും തന്നെ ഒന്നും തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥ. പാവം കുഞ്ഞ് അവരുടെ ഒപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി സ്റ്റേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ശിവയാണെങ്കിലും ആകെ വിഷമത്തിൽ അവിടെ ഇരുന്നു. ഇനി വർഷയോട് താൻ എന്ത് പറയും? വർഷ ഇതൊക്കെ അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും എന്ന രീതിയിലാണ് കേട്ടോ ചിന്തിക്കുന്നത്. പിന്നീടാണെങ്കിൽ വർഷയാണെങ്കിലോ ഡെലിവറി കൊടുത്തിട്ട് വരുന്ന സമയത്ത് ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ആ സമയത്ത് നല്ലൊരു സ്റ്റാറ്റസ് വിവേക് ഇട്ടിട്ടുണ്ട് ഫോണിൽ. അത് നോക്കുമ്പോഴത്തേനും തന്നെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാറ്റസിന് റിപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഒപ്പം ഇരിക്കാനും തന്നെയാണ് ആഗ്രഹം, എനിക്കിപ്പോൾ ജോലിക്ക് പോകാതെ ഇവന് കൂടെ ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. പെട്ടെന്നാണ് ശ്രീനാഥ് വർഷയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അത് മറ്റൊന്നല്ല, ശിവയ്ക്കാണെങ്കിലും ഈ കാര്യം വർഷയെ അറിയിക്കാൻ സാധിക്കുന്നില്ല, അവൾ അത്ര വിഷമിക്കുന്ന ഉറപ്പാണ്. ആ സമയത്ത് ശ്രീയുടെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമാവുമല്ലോ. അങ്ങനെ ശ്രീ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ നമ്മുടെ വർഷ നിൽക്കുവാണ്. കയ്യിലുള്ള ചായ കുടിക്കുന്ന ഗ്ലാസ് അവിടെ വീണ് പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വിഷമത്തോടുകൂടി കരയുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞാൻ ഇപ്പം തന്നെ ചെല്ലും എന്ന രീതിയിലാണ് കേട്ടോ വർഷ പറയുന്നത്. വർഷയ്ക്ക് മോൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല കേട്ടോ. എന്തായാലും വർഷയിലടിക്ക് തന്നെ എന്തായാലും മോള് വരും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.